നല്ല പുളിയും മധുരവും എരിവും ഒക്കെ ബാലൻസ് ആയിട്ടുള്ള ഒരു സൂപ്പർ പുളിയിഞ്ചിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് തൃശ്ശൂർ, കൊടകരയിലും ഒല്ലൂരും ഒക്കെ ഉള്ളവരുടെ ഒരു സൂപ്പർ സീക്രട്ട് റെസിപ്പിയാണ്. ഇതെല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഹോം ഓഫ് റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് പുളിയാണ്. ഇവിടെ ഒരു 125 ഗ്രാം 125 ഗ്രാം പുളി ഒരു 4 കപ്പ് വെള്ളത്തിൽ അരമണിക്കൂർ നന്നായി കുതിർത്തതിന് ശേഷം അതൊന്ന് പിഴിഞ്ഞ് അതൊന്ന് അരിച്ചെടുത്തതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് മൺചട്ടിയോ അല്ലെങ്കിൽ കല്ലിൻ്റെ ചട്ടിയാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ വേറെ പാത്രത്തിലായാലും ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് ഇതൊന്ന് നന്നായി തിളച്ച് വറ്റിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനി നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരല്പം ഒന്ന് വറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ആ പുളി ഒന്ന് വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് 2 കാര്യം ചെയ്യാനുണ്ട്. ഒന്ന്, നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ശർക്കര ഒന്ന് ഇവിടെ പൊടി ശർക്കര അല്ല ചേർക്കുന്നത്, കട്ടയായിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ അതൊന്ന് അലിയിച്ചെടുക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ അതൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതൊന്ന് അരിച്ചതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം ഇതിൽ കുറച്ച് പൊടികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് മാത്രം. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് ഒരു 50 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം പച്ചമുളകും വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. വളരെ കുനുകുനാന്ന് പറഞ്ഞിട്ട് ഇതുപോലെ വളരെ നൈസായിട്ട്, കണ്ടോ, വളരെ നൈസായിട്ട് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും വളരെ നൈസായിട്ട് ഇതുപോലെ, കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി ഈക്വൽ ആണ്. അതായത് ഇഞ്ചി എത്രയാണോ അത്ര തന്നെ പച്ചമുളക്. 50 ഗ്രാം ഇഞ്ചിക്ക് 50 ഗ്രാം പച്ചമുളക്. അപ്പോൾ നമ്മളൊരു 125 ഗ്രാം നല്ല പുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ ഇരട്ടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് 250 ഗ്രാമാണ് പുളി എടുത്തെങ്കിൽ 100 ഗ്രാം ഇഞ്ചിയും 100 ഗ്രാം പച്ചമുളകും അപ്പോൾ എടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 1.5 കട്ട, വലിയ കട്ട, ഈ ഒരു സൈസിൻ്റെ കട്ട കണ്ടോ, അതുപോലെ തന്നെ ഒരു വലിയ 1.5 കട്ടയാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇത് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം, പക്ഷെ ആവശ്യത്തിന് ഇപ്പം തന്നെ അലിയിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടോ, ഇതൊന്ന് നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ മതി. നമുക്കിനി ഇത് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ നമുക്ക് നേരത്തെ നമ്മൾ പുളിവെള്ളം വേവിക്കാൻ വെച്ചില്ലേ, അപ്പോൾ അത് തിളപ്പിക്കാൻ വെച്ചത് ഇതുപോലെ ഒന്ന് പാതി നമുക്ക് വേണമെങ്കിൽ അടച്ചു വെക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ തിളച്ചു വരും. അതേസമയം മുഴുവനായിട്ട് അടച്ചു വെക്കരുത്, കാരണം അപ്പോൾ ഇത് മൊത്തം ചിലപ്പോൾ പുറത്തോട്ടേക്ക് മറിഞ്ഞു വരും. അപ്പോൾ അങ്ങനെ ആക്കരുത്. ഒരു പാതി ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതല്ലെങ്കിൽ ഒരു എളുപ്പപ്പണിയെന്ന് വെച്ചാൽ ഇത് കുക്കറിലിട്ടിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ, മീഡിയം വെക്കേണ്ട, അതിനെ കുറച്ച് താഴെ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോഴും ഈ പുളി ഒന്ന് കറക്റ്റ് പാകത്തിന് വെന്ത് വരും. ഇപ്പൊ പുളി കുറച്ചൊന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും വറുക്കാൻ ആവശ്യത്തിന് ഒരു 2 ടേബിൾ സ്പൂൺ വീതം മാറ്റിയതിന് ശേഷം ബാക്കി മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ബാക്കി മുഴുവൻ നമുക്ക് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പുളിവെള്ളത്തിലേക്ക് ചേർത്തിട്ട് ഇതിന്റെ ഒപ്പം നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഈ പുളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി ഈ ഒരുമിച്ചിട്ട് ഇതിലൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത ആ പുളിയും കുറച്ചും കൂടെ ഒന്ന് വറ്റിയല്ലേ, ഇഞ്ചിയും പച്ചമുളകും ആ പുളിയൊക്കെ കൂടി കുറച്ചുകൂടെ വറ്റി ചെറിയൊരു കൊഴുപ്പായി വന്നില്ലേ. നമ്മൾ പച്ചമുളകും ഇഞ്ചിയും ചേർത്തിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുമായിരുന്നു. 10-15 മിനിറ്റ് ആയിട്ടോ. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ കുറുകണം. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് വീണ്ടും തിളച്ച് വരട്ടെ. തിളച്ചൊന്ന് അല്പം കൂടി കുറുകട്ടെ.
അതിനുശേഷം നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ഒരു ലെവലിൽ വരെ വെച്ചിട്ടുണ്ടായിരുന്ന പുളിവെള്ളമാണ്, അതിപ്പോൾ വറ്റി ഈ ഒരു ലെവലെത്തി. അപ്പോൾ നമുക്കിനി അല്പം കൂടി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ആവി ഒക്കെ, അതായത് ഇതിലുള്ള ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറേയൊക്കെ ആവിയായിട്ട് പോകണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇരിക്കും തോറും ചിലപ്പോൾ ചീത്തയായി പോവും. അപ്പോൾ ഈ ആവിയായിട്ട് ഇതിൽ ഉള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ കാലം നിൽക്കും. അപ്പം അതിനാണ് ഇത് നന്നായിട്ട് വറ്റിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായി വറ്റി വന്ന ഇതിലേക്ക് നമുക്ക് നേരത്തെ അലിയിച്ച് വെച്ച ശർക്കരപ്പാനി ഇല്ലേ, അത് അധികം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല, വളരെ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ശർക്കരയും ആ വെള്ളവും ഒക്കെ കൂടി അലിഞ്ഞു വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു അര കപ്പിലും കൂടുതൽ, ഒരു 3/4 കപ്പിനടുത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ തിളപ്പിക്കൽ തുടരാം. ഇനി ഇത് നന്നായി തിളച്ച് ഇപ്പൊ ചേർത്ത ആ അളവും കൂടി ഒന്ന് കുറുകി വരണം. കണ്ടോ, ഇതിപ്പോ വീണ്ടും ആ ഒരു കുറച്ചൊരു വാട്ടറി കൺസിസ്റ്റൻസി ആയില്ലേ. തിരിച്ച് ഇത് വീണ്ടും ആ ഒരു പുളിയിഞ്ചിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരണം. അപ്പൊ ഇനി ഇത് വീണ്ടും നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ പുളിയിഞ്ചിക്ക് നന്നായി വറ്റി നല്ല കുറുകി, നമുക്ക് സദ്യന്നൊക്കെ കിട്ടുന്ന ആ ഒരു പരുവായത് കണ്ടോ. മേ ബി ലൈറ്റ് കുറവായതുകൊണ്ട് അത്രയും കാണാൻ പറ്റുമെന്ന് അറിയില്ല. നന്നായി കുറുകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ബബിൾസ് ഒക്കെ ഇങ്ങനെ പൊട്ടി തെറിക്കും, അപ്പോൾ ദൂരോട്ട് നിൽക്കണം. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിനി ഇരിക്കും തോറും ഇനി കൂടുതൽ നന്നായിട്ട് തന്നെ കുറുകി വരും. അപ്പോൾ അത് കാരണം നമുക്ക് ഈ ചൂടുള്ള അടുപ്പിൽ നിന്ന് ഇതിനി മാറ്റി വെക്കാം. ഓക്കെ, കണ്ടോ, നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ലേ. ഏറ്റവും അവസാനമായിട്ട് നമുക്കിത് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്കിതിലേക്ക് 1.5 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. നൈസായിട്ട് വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണേ. ഉലുവ അഥവാ അങ്ങനെ, അതായത് 1 ടീസ്പൂണോളം ഉലുവ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. അപ്പോൾ അതിങ്ങനെ പൊട്ടിത്തുടങ്ങും. ആ സമയത്ത് അത് ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഉലുവപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. ഇനി അതിലേക്ക് വറുത്തിടാനായിട്ട് നമുക്കൊരു പാൻ ആദ്യം സ്റ്റൗവിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വറുത്തിടാൻ ആവശ്യത്തിനാണേ. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇതിൽ തന്നെയാണ് വറുത്തിടുന്നത്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടുള്ള അത്രയും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. എൻ്റെ കടുകും മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സായി പോയതാണ്, അതാണ് ആ കളറ്. അപ്പോൾ ഈ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ആ അരിഞ്ഞു വെച്ചതിൽ നിന്ന് മാറ്റി വെച്ചില്ലേ ഇഞ്ചിയും പച്ചമുളകും, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ആക്കിയിട്ടാണ് ഉള്ളത്. ഇതിലേക്ക് നമ്മൾ ചുവന്ന മുളകോ ഉലുവയോ ഒന്നും ചേർത്ത് കൊടുക്കില്ല. ഉലുവ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചത് ചേർത്തല്ലോ, അത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് കണ്ടോ, ഇത് കുറച്ച് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഇതിങ്ങനെ ഇഞ്ചിയൊക്കെ കൂടി ഇങ്ങനെ കിരികിരാന്നൊരു സൗണ്ട് വരും, കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പരുവത്തിൽ ഇഞ്ചിയൊക്കെ നന്നായി വറുത്ത ഒരു സ്മെല്ലും കൂടി വരും, ഇഞ്ചിയും പച്ചമുളകിൻ്റെ. ഈ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് പുളിയിഞ്ചിയിലെ നമ്മൾ തയ്യാറാക്കിയില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓഫ് ചെയ്യണേ. കണ്ടോ, കരിവേപ്പിലയൊക്കെ നന്നായിട്ട് ഒരു വറുത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇത് നന്നായിട്ട് കരിയാൻ പാടില്ല. അപ്പം ഇത് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ടിത് നമുക്ക് ഈ പുളിയിഞ്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് പുളിയിഞ്ചി നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് അതുപോലെ ഒന്ന് ചെയ്താൽ മതി, നന്നായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും.
പിന്നെ പുളിയുടെ അളവെന്ന് പറയുന്നത് ചിലപ്പോൾ പുതിയ പുളിയാണെങ്കിലും പഴയ പുളിയാണെങ്കിലും അതിൻ്റെ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ചിലതിന് പുളി കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് പുളിയുടെ അളവിൽ ചെറിയ മാറ്റം വരുത്തിയാൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇന്ത്യൻ ഇഞ്ചി ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും കുറച്ചും കൂടി വേണ്ടി വരും മറ്റേ ചൈനീസ് ഇഞ്ചിയാണ് എടുക്കുന്നതെങ്കിൽ. ഓക്കെ, ഇത് ഇരിക്കും തോറുമാണ് കൂടുതൽ ടേസ്റ്റി ആവുന്നത്. അതുമാതിരി ഓഫ് ചെയ്യുന്നതിന് മുന്നിൽ ഉപ്പിൻ്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റ് ആവുന്ന സമയത്താണ് ഈ പുളിയും ഉപ്പും എരിവും മധുരവും ഒക്കെ കൂടി ഒരു ബാലൻസ് ആവുന്നത്. അപ്പോൾ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കാൻ മറന്നു പോരുതേ. കണ്ടോ, ഇതിപ്പോൾ ഇരുന്നിട്ട് കുറച്ച് നേരം ആയില്ലേ, ഇപ്പോൾ ചട്ടിയൊക്കെ അത്യാവശ്യം തണുത്തു. അപ്പോഴത്തേക്കും തന്നെ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറുകും. അപ്പോൾ ഒരുപാട് അങ്ങ് കുറുക്കി എടുക്കാൻ നിൽക്കണ്ട, അതിന് മുന്നേ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡിയായി കഴിഞ്ഞു. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊരു കുപ്പി പാത്രത്തിലേക്ക് മാറ്റാം. എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇത് അത്രയും ടേസ്റ്റിയാണ്, സൂപ്പറാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം, പെർഫെക്റ്റായി കിട്ടും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്ക് കൂടെ പെർഫെക്റ്റായി തന്നെ വരും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.